ഇനി ഇറങ്ങാൻ പറ്റില്ല, ഇതിലെ കൂടി ഇറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ബാൽശ്ശേരിയാണ് ഈ പരിപാടി നടക്കുന്നത്. ഇന്നതിൻ്റെ ലാസ്റ്റ് ആണ്. ഞങ്ങൾ പോകുന്നില്ല എന്ന് വെച്ച് മടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഡേ ആയപ്പോൾ ഞങ്ങൾ പോകാമെന്ന് എന്തായാലും തീരുമാനിച്ചു. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഒരു ആനപ്രാന്തനുണ്ട്. അവിടെയാണെങ്കിൽ ഈ ആനയുടെ ഷേപ്സിലൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു. അപ്പോൾ അവനതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ, അത് കണ്ടവൻ ഹാപ്പി ആവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ എന്തായാലും തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ്ടേ ഞാൻ പറഞ്ഞ ഇവനാണ് ഞങ്ങൾ കൂട്ടത്തിലുള്ള ആനപ്രാന്തൻ, എൻ്റെ ചെറിയമ്മൻ. അവിടെ എൻട്രൻസ് തന്നെ ഇതുപോലെ ഈ നെറ്റിപ്പട്ടൊക്കെ വെച്ച് ആനേനെ വെച്ചിട്ടുണ്ട്. അതിനെ കണ്ടപ്പോൾ തന്നെ അവൻ ഭയങ്കര എക്സൈറ്റഡായി. ആന എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറാണ്. 50 രൂപ ടിക്കറ്റ് ചാർജ് വരുന്നുള്ളൂ കേട്ടോ. അഡൽറ്റിന് മാത്രമേ ടിക്കറ്റ് വേണ്ടു, കുട്ടികൾക്കൊന്നും വേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ കയറുമ്പോൾ തന്നെ അതിൻ്റെ എൻട്രൻസിൽ ഇതുപോലെ രണ്ട് പീക്കോക്കിനൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. രസം ഉണ്ടായിരുന്നു കേട്ടോ അതിനെ കാണാൻ. പിന്നെ അതുപോലെ സൈഡിൽ കൂടെ കുറേ മാന വെച്ചിട്ടുണ്ട്. വന്നിക്കുന്നു, നടക്കുന്നു, പുല്ല് തിന്നുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, അങ്ങനെ കുറേ ഷേപ്സിൽ. പക്ഷേ ഇതിനെ കണ്ടപ്പോൾ ശരിക്കും എനിക്കൊരു ടെൻഷൻ തോന്നി. എന്താണെന്ന് വെച്ചാൽ ചെറിയ മോനല്ലേ, അവന് ഇത് കണ്ടിട്ട് പേടിയാവോ, അവൻ കരയോ അങ്ങനെ വിചാരിച്ചു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അവനൊന്ന് തൊടിച്ചപ്പോൾ ഒന്നാശം ഷോക്കായി. പിന്നെ പെട്ടെന്ന് തന്നെ അവന് മനസ്സിലായി തോന്നുന്നു ഇതൊന്നും വലിയ കുഴപ്പക്കാരല്ലാന്ന്. പിന്നെ അവൻ പെട്ടെന്ന് തന്നെ കൂളായതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ കുറേ ഡിനോസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതിനെ കാണിച്ച് അവനെ പേടിപ്പിക്കാൻ കുറേ ശ്രമിച്ചു. പക്ഷെ അവൻ പേടിച്ചില്ല. അവൻ ഇതിന് വലിയ പേടിയില്ല എന്നാണ് തോന്നുന്നത്. ഇത് ഒരു ഫസ്റ്റ് ഏരിയ ആണ് കേട്ടോ വരുന്നത്. ഇവിടെ കുറേ സെല് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ ഫ്ലവേഴ്സൊക്കെ. നിങ്ങൾക്ക് 50 രൂപ 60 രൂപയ്ക്കാണ് ചാർജ് തരുന്നത്. പക്ഷെ ഞാനും അനിയത്ത് അത് നോക്കിയൊന്നുമില്ല. അമ്മ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നോക്കായിരുന്നു. കാരണം ഞങ്ങളെ വീട്ടിൽ അമ്മ മാത്രമേ ഇത് താല്പര്യമായിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ഈ ട്രോപ്പിക്കൽ ഗാർഡൻ ലവേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ ഈ പൂണ്ടാകുന്ന ടൈപ്പ് ചെടികളൊന്നും ഞങ്ങൾ നോക്കിയില്ല. പിന്നെ പിള്ളേരാണെങ്കിൽ അടുത്ത ഏരിയയിലേക്ക് പോകാൻ വേണ്ടി എക്സൈറ്റഡാണ്. അമ്മേ വാ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ അനിയത്തിയുടെ മോളാണ്, എൻ്റെ മോനും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ പോയത്. കാരണം ഇവർക്കല്ലേ ഇതൊക്കെ കാണാനൊരു രസമുണ്ടാവും. അപ്പോൾ അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ് ശരിക്കും പറയണത്. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവൾ വന്നിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മടി പിടിച്ചു. അതാണ് ഉണ്ടായത്. ഇത് കണ്ടില്ലേ, അവിടെ എത്തിയിട്ട് ഈ കുട്ടികൾ ഇതിൻ്റെ പല്ല് പിടിച്ചിട്ട് അയക്കാൻ നോക്കുകയാണ്, ഡിനോസറിൻ്റെ പല്ല്. ഇവനാണെങ്കിൽ ഈ ഡിനോസർ ഇതൊക്കെ ഞാൻ കുറേ കണ്ടതെന്നുള്ള ഭാവത്തിലാണ് ഏകു നടക്കുന്നത്. ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല. ഞാൻ ശരിക്കും ഇവനെ പേടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശശിയായ പോലെ ഇവനൊരു പേടി ഉണ്ടായിട്ടില്ല. ഇത്രയും ജീവിനെ ഒന്നുമില്ലെങ്കിൽ അടുത്ത് കാണുമ്പോൾ വെറുതെങ്കിലും പേടിക്കുന്നവരെ അഭിനയിച്ചൂടെ, അതുപോലും ഇല്ല. എനിക്ക് ഈ സാധനത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ജിറാഫിനാണ് എനിക്ക് ഈ കാറ്റഗറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അതിൻ്റെ നെക്കും പിന്നെ അതിൻ്റെ വർക്കൊക്കെ നല്ലതായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ അതിൻ്റെ അടുത്ത് കൂടെ പോയിട്ട് അതിൻ്റെ കാല് പിടിക്കുന്നു, കൈ പിടിക്കുന്നു, കഴുത്തെന്തായാലും എത്തൂലല്ലോ, അതുകൊണ്ട് എന്തൊക്കെയോ കളിയായിരുന്നു അതിൻ്റെ അടുത്ത് നിന്നൊക്കെ. പക്ഷേ ഇതൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതിൻ്റെ അടുത്ത് നമ്മൾ തട്ടിയാൽ അപ്പോഴും വീഴുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ആനയുടെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നു കേട്ടോ. അപ്പം കുട്ടികളൊക്കെ എൻ്റെ മുകളിലൊക്കെ ഇരുത്തി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ലോണം ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവന് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കിപ്പോൾ ശരിക്കുള്ളതാണെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ഓന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിൻ്റെ പുറത്തൊക്കെ കയറിയിരുന്നിട്ട്. ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഇവിടെയൊക്കെ പരക്കെ കുറേ നടന്നു. അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും പറഞ്ഞു, കുറേ പേര് പറഞ്ഞു കേട്ടോ അവിടെ പോയിട്ട് എന്താ അവിടെ ഒന്നും കാണാനൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾ പോകാൻ മടിച്ചിട്ടാണ് ഞങ്ങൾ പോകാതിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് എനിക്ക് തോന്നി എന്താണെന്നറിയോ, വലിയ കുഴപ്പമൊന്നുമില്ല. 50 രൂപ ടിക്കറ്റ് ചാർജ് വെച്ചിട്ട് ഇത്രയൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിൻ്റെ കൂടുതൽ എന്താ ഉണ്ടാവുക. എനിക്ക് നല്ല വേർത്തായിട്ട് തോന്നി. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പോവുകയാണെങ്കിൽ നല്ല വേർത്താണ്. ഞങ്ങൾ കൂടെ വന്ന എല്ലാ കുട്ടികളും ഈ 3 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവരിപ്പോഴും അതിനെപ്പറ്റി ഇനിയും പോകണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ സൈഡിലൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനതിൻ്റെ ഷൂട്ട് ചെയ്യാൻ മറന്നു, ഞാൻ കണ്ടില്ല കേട്ടോ. ശരിക്കും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴാണ് കണ്ടത്. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒക്കെ തിരക്കായി. കാരണം ഞങ്ങൾക്ക് അധികം ടൈമില്ല. അച്ഛനും അമ്മയും വരാത്തപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കണ്ടില്ലേ, ഇതൊരു സെക്കൻഡ് ഏരിയ വരുന്നത്. അവിടെ ഇതുപോലത്തെ കുറേ റൈഡ്സാണുള്ളത്. പക്ഷേ അവിടെ ഒന്നും ഞങ്ങൾ കയറില്ല. ഒന്നാമത് ടൈമില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ ഇങ്ങനത്തെ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പണ്ട് വിവരമില്ലാത്ത പ്രായത്തിൽ വലിയ ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വലിയ തോതിലൊന്നും കയറാൻ, കാരണം അതിനൊക്കെ അത്രയും സേഫ്റ്റി ഉള്ളൂ എന്ന് ഇപ്പോൾ മനസ്സിലാക്കിയതുകൊണ്ട് മക്കളെ അധികം കയറാൻ വിടാറില്ല കേട്ടോ. അവിടെ ഞങ്ങൾ അടുത്ത ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. അവിടെ കുറേ ഗെയിംസ് ഉണ്ട്. അവിടെ ഞങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെയാണ് കൂടുതൽ ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അവിടെ ഞങ്ങൾ 3-4 ഗെയിംസൊക്കെ കളിച്ചു. ഇവിടെ ഫസ്റ്റ് ആണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അങ്ങനെ റിങ് എറിയുന്നൊരു ഗെയിമില്ലേ, ആ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. 50 രൂപയാണ് അവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഞങ്ങൾ
ടിക്കറ്റ് എടുത്തു. എന്താവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു രസമല്ലേ. അല്ലെങ്കിൽ ഈ ഉത്സവപ്പറമ്പ് പോകുമ്പോൾ എനിക്ക് വെറുതെ കുറേ പൈസ നശിപ്പിച്ചാലും ഒരു സമാധാനം വരില്ല. അങ്ങനെ കുറേ റിങ്സ് ഞാൻ ചറ പറയാന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കോ ശരിക്കും പറയണേ ഞാനൊന്നും ഫോക്കസ് ചെയ്യുന്ന പോലും ഉണ്ടായിട്ടില്ല. വെറുതെ അങ്ങോട്ട് എറിയായിരുന്നു. ഇവരെൻ്റെ അടുത്ത് വിളിച്ചിട്ട് 200 കേട്ടതാ 500 കേട്ടതാ ബൂസ്റ്റ് അതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ശരിക്കും പറയണേ ഞാനൊരു കെട്ടും കണ്ടില്ല. ഞാൻ എങ്ങോട്ടേക്കോ 3-4 റിങ് വെറുതെ വലിച്ചെറിഞ്ഞു, എവിടെ എത്തിയില്ല. അങ്ങനെ ഞാൻ ക്വിറ്റ് ചെയ്ത് അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. വലിയ മാറ്റമൊന്നുമില്ല, എന്നെപ്പോലൊക്കെ തന്നെ, എൻ്റെ അനിയനല്ലേ. എവിടെ എത്തിയില്ല, എവിടെയാണ് എത്തിയെന്ന് പോലും അറിയില്ല. അതായിരുന്നു അവസ്ഥ. ഒരു ലക്ഷ്യബോധമില്ല. 2 എവിടെയോ വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറൊരുത്തി കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടത്തി. അതിനേക്കാളും പൂത്തതാ. അവളേതോ ബൂസ്റ്റ് എടുക്കുന്നോ കെട്ടെടുക്കുന്നൊക്കെ പറഞ്ഞാൽ പോയത്. ഒന്നും സംഭവിച്ചില്ല. ആസ് യൂഷ്വൽ. ഒരൊറ്റൊന്നിനും ലക്ഷ്യബോധമില്ല, ഒന്നുമില്ല. അതാ കണ്ടില്ലേ, എവിടെയോ പോയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്ലിങ് ആയി തിരിഞ്ഞു. പക്ഷേ ഞങ്ങൾ തോറ്റു കൊടുക്കാൻ റെഡിയല്ല. അടുത്ത ഏരിയയിലേക്ക് വന്നു. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വന്നവർ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയായിരുന്നു, ഇതെടുത്താൽ പോരായിരുന്നു എന്ന്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു സാധനം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളല്ല. പിന്നെ ഇതൊരു വെറുതെ നമുക്കൊരു ഫണ്ണിന് വേണ്ടി കളിക്കാന്നേ ഉള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ, എന്തായാലും ഫണ്ണെങ്കിൽ ഫൺ. അവിടുന്ന് ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഇവർ എൻ്റെ അടുത്ത് പറയുന്നതാണ് അവിടുന്ന് 6ലേക്ക് ഇട്, ഇത്ര 6 ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ സാധനം കിട്ടും, ഈ സാധനം കിട്ടുന്നു. അത് കിട്ടിയതാണ്, അത് കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാനങ്ങനെ ഭയങ്കര ഷോഫൊക്കെ കാണിച്ചു. ഓരോ ബോൾസ് ഇങ്ങനെ ഇട്ടു കേട്ടോ. പക്ഷേ ഫസ്റ്റ് തന്നെ 6 വീണു കേട്ടോ. അവർ 6 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ 6 വീണു. പിന്നെ എന്തിലൊക്കെയോ ആയിരുന്നു വീഴുന്നത്. ഞാൻ പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തില്ല. കാരണം ഈ ഫ്ലോപ്സ് എന്ത് റെക്കോർഡ് ചെയ്യാനെന്ന് വെച്ചിട്ട് പിന്നെ ബാക്കി അങ്ങോട്ടേക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് ഞാനും അനിയനൊക്കെ ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. കുറച്ച് ബോൾസ് ഞാൻ ട്രൈ ചെയ്തു, ബാക്കി അവൻ ട്രൈ ചെയ്തു. ടോട്ടലി നമുക്ക് നമ്പർ കിട്ടിയത് 18 ആയിരുന്നു നമ്പർ കിട്ടിയത്. എന്നിട്ട് കിട്ടിയ സാധനം അതാണെങ്കിൽ പറയും വേണ്ട, അതിൻ്റെ അപ്പത്തെ അവസ്ഥയായിരുന്നു. ഒരു ഓട്ടപാത്രം, ഒരു ഓട്ടമില്ലാത്ത പാത്രമാണെങ്കിൽ എന്തേലും ഇട്ടെങ്കിലും വെക്കായിരുന്നു വിചാരിക്കും. ഇതൊക്കെ കിട്ടിയിട്ടാണെങ്കിൽ കുട്ടികളാണെങ്കിൽ 2 പേരും ഇത് പിടിക്കുന്നില്ല. അവർ പറയാ അമ്മ കിട്ടിയാലും അമ്മ പിടിച്ചോന്ന്. എനിക്കാണെങ്കിൽ ബാഗും കുട്ടിയും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇതും പിടിക്കണം, എല്ലാം കൂടെ കുടുങ്ങി. ശരിക്കും പറഞ്ഞാൽ ആ സാധനം നമുക്ക് വേണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തളർന്നില്ല. വേറെ ഏരിയയിൽ കുറേ വലിയ ടെഡ്ഡി ഉണ്ട്. അവിടെ നിന്ന് എന്തായാലും കിട്ടും. ഒരു ഒറ്റ ബോളേ എറിയാൻ പറ്റുള്ളൂ. പക്ഷെ അത്രയും ഗ്ലാസ് വീണിട്ടുണ്ടെങ്കിൽ ആ ടെഡ്ഡിയൊക്കെ കിട്ടും. പക്ഷേ ഞാൻ ടിക്കറ്റ് എടുക്കുന്നവരെ ഞാൻ വിചാരിച്ചു ഇത് പോസിബിളാണ്, ഇപ്പോൾ കിട്ടുമെന്ന് വെച്ചു. പക്ഷേ ടിക്കറ്റ് എടുത്തപ്പോൾ മുതൽക്ക് എനിക്ക് തോന്നി ഇത് കിട്ടൂലെന്ന്. അതുവരെ ഞാൻ വെച്ച് വളരെ സിമ്പിളല്ല, കിട്ടില്ല. കണ്ടില്ലേ ആ ബോൾ പോയി പൂക്കണ്ട്. അങ്ങനെ എൻ്റെ പൊന്നാങ്ങളെ ട്രൈ ചെയ്യാണ്. അതും അങ്ങനെ തന്നെ വെറുതെ 2 ടിക്കറ്റ് കാശ് പോയി. ആ ബോളെങ്ങോ ബഹിരാകാശത്തെങ്ങാനാണ് എത്തി. പക്ഷേ ഞങ്ങൾ തടർന്നില്ല. ഞങ്ങൾ അവിടുന്ന് അടുത്ത ഏരിയയിലേക്ക് വരികയാണ് ചെയ്തത്. ഈ ഏരിയ കണ്ടോ, ഇവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുറേ ലൈറ്റ്സിൻ്റെ വർക്ക് ഉണ്ട് ഇവിടെ. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ കുറേ ഫുഡിൻ്റെ സംഭവങ്ങളുണ്ട്. വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ ഞങ്ങൾക്ക് തിരിച്ചു പോകണം. കാരണം ഞങ്ങൾ 5 പേരാണ് ഒരു ബൈക്കിൽ വന്നത്. ഞാൻ, അനിയത്തി, എൻ്റെ 2 മക്കൾ, അനിയത്തിയുടെ മോൾ. ഞങ്ങൾ ഇത്രയും പേര് ബൈക്കിൽ വന്നു. അപ്പോൾ അനിയനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറ്റി വിടുക. കാരണം അച്ഛനും അമ്മയൊന്നും വന്നിട്ടില്ല. അപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് ബസ് എപ്പോഴാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു വണ്ടി എടുത്ത് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ബസ് 9 മണിയുടെ മുന്നേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ഓൾറെഡി ഇവിടെ എത്തിയപ്പോൾ തന്നെ 7:30 കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങളിങ്ങനെ അവിടെ കൂടെ ഒന്ന് കറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. അങ്ങനെ പോയതൊക്കെ പിന്നെ വലിയ കഥയായിരുന്നു കേട്ടോ. 2 ട്രിപ്പ് അടിക്കൊക്കെയാണ് ചെയ്തത്, വേറെ വണ്ടി കിട്ടാത്തതുകൊണ്ട്. എനിവേ ഈ ഏരിയ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു 2 ട്രിപ്പ് അടിക്കുന്നതാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമായിരുന്നു. ഇവിടെ ഫുഡൊക്കെ നോക്കായിരുന്നു. മോനൊക്കെ ഓരോന്ന് കണ്ടിട്ട് അമ്മേ അതെന്താ നമുക്ക് വാങ്ങിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് സമയമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ ചെയ്ത്. കണ്ടില്ല ഈ ഏരിയ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും അധികം തിരക്കില്ല എന്നൊക്കെ വിചാരിക്കുമെങ്കിൽ ഇത്രയും ഏരിയാസ് ഉള്ളത് കൊണ്ട് പല സ്ഥലത്തായിട്ട് ആൾക്കാരുണ്ട്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു റൈഡ് ഉണ്ടായിരുന്നേ. ഇവരെന്ത് ചെയ്തു, അത് കണ്ടപ്പോൾ തന്നെ ഈ നേരില്ലാത്ത നേരത്തെ ചാടിപ്പിടിച്ച് എൻ്റെ മുകളിൽ കയറി. അവൻ ഈ റൈഡിൽ കയറിയുള്ള അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇങ്ങനത്തെ ചെറിയ റൈഡ്സിലൊക്കെ കയറുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക. ഇത്രയും വലിയ സ്ലൈഡ് ഓൻ എപ്പോഴും ഒരു പേടിയാണ്, ഹൈറ്റ്സ് ഇവന് പേടിയാണ് ശരിക്കും. പക്ഷെ അത് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ കയറുന്നുണ്ടപ്പോൾ ഞാൻ കയറണമെന്ന് പറഞ്ഞു, കയറിക്കൊന്ന് പറഞ്ഞു. കാരണം ആ പേടി മാറണമെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ വലിയ തടയാനൊന്നും പോയിട്ടില്ല. അവൻ കയറിയ ധൈര്യത്തിൽ എൻ്റെ അനിയത്തിയുടെ മോള് മീമു അവളും കയറി. പിന്നൊന്നും പറയണ്ട, അവർ 2 പേരും അവിടെ സ്റ്റക്കായ പോലെ. കാരണം കുട്ടികൾ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്ന, ഇവരാണ് എന്ത് കളിച്ചിട്ട് ഇവർ ഇറങ്ങുന്നില്ല. അഗസ്ത്യനെ കൊണ്ട് കുടുങ്ങിയ പോലെ. ഞങ്ങൾ കൈ പിടിക്കുക, കാരണം നമ്മൾ കൈ പിടിക്കാൻ എത്തുന്നതിനേക്കാളും മുകളിലായിരുന്നു. കൈ പിടിക്കാന്നൊക്കെ കുറേ പറഞ്ഞു, പക്ഷേ അവനിരിക്കുന്നേ ഇല്ല. പിന്നെ നമ്മൾ ഓരോ റീൽസൊക്കെ കാണില്ലേ, 1 eternity later, അതുപോലെ ഒരു വിധത്തിൽ എല്ലാവരും കൂടെ കൈയും കാലൊക്കെ പിടിച്ച് വലിച്ച് ഇവനെ താഴെ ഇറക്കി. അപ്പോൾ ഒരുത്തിയും കൂടെ അല്ലേ, ഒന്നുകൂടെ തീർന്നില്ലല്ലോ. അങ്ങനെ അവളെ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് നമ്മൾ താഴെ ഇറക്കി.
താഴേക്ക്. അവൾ പക്ഷേ നല്ല സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവർ സ്ലൈഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. അവളും കുറച്ച് നേരം, പക്ഷെ അവൾക്ക് കുറേ ടൈം കിട്ടി. അഗസ്ത്യ കുറേ നേരം അവിടെ സ്റ്റെക്ക് ആയതുകൊണ്ട് അത്രയും കൂടി ടൈം അവൾക്ക് കിട്ടി, കാരണം ഒന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ഇവളെ മേശ പിടിച്ച് വലിച്ച് താഴെ ഇറക്കി. പിന്നെ അവിടെ ഒരു ഹമ്പ് പോലൊരു സംഭവമുണ്ട്, അത് കുട്ടിയൊക്കെ ഒട്ടും ഇരുന്നിട്ട് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു. അപ്പം അതെനിക്കെന്തോ സ്ലൈഡ് തന്നെ ചെറിയ കുഴപ്പമുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇവർക്ക് അത്ര കംഫർട്ട് അല്ലായിരുന്നു അത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഒന്നും കൂടെ ട്രൈ ചെയ്യുന്നു. അയ്യോ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഓടുക ചെയ്ത്, കാരണം ഒന്നുകൂടെ തന്നെ മതിയായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചുറ്റിക്കണ്ട് അവിടെ കൂടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ നല്ല രസമുണ്ടായിരുന്നു, കാരണം ഇങ്ങനത്തെ ലൈറ്റ്സൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഞങ്ങൾ തിരിച്ച് വരിക ചെയ്ത്. ഇവിടെയൊക്കെ കുറേ ഗാനമേള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞങ്ങൾ അതൊന്നും കണ്ടില്ല. പിന്നെ ഗാനമേളയൊക്കെ കുറച്ച് കേട്ടാൽ മതിയല്ലോ, അങ്ങനെ കുറച്ചേരൊക്കെ കേട്ടു. പിന്നെ ഇവിടെ കുറച്ചിങ്ങനെ ഈ ടോയ്സ് ഉള്ള കട ഉണ്ട്, അവിടെ കയറി ആകും എന്തൊക്കെയോ വാങ്ങുന്നത്. ഇവർക്ക് ഇങ്ങനത്തെ സ്ലൈം അതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ, ലൈക്ക് കാർഡ്സ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ലേസറൊക്കെയാണ് വാങ്ങിയത്, അതൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഒന്നും വാങ്ങിക്കാത്തൊരു വിഷമം, മക്കൾക്കും വിഷമാവില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഈ പാനിപ്പൂരി. പക്ഷേ സത്യം പറയുന്നത് എന്താ പറയുക, ആ പാനിപ്പൂരി 10 പൈസക്കില്ലായിരുന്നു, വെറുതെ വാങ്ങിച്ചുകൊണ്ട് കഴിച്ചു. ഒട്ടും രസമുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് ഒട്ടും രസം ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് വാങ്ങിച്ചു. ഇവൻ കണ്ടോ താല്പര്യ കക്ഷിയല്ല, ഓൻ ഇമ്മാതിരി ഒരു സാധനം കഴിക്കില്ല, ഇവൻ ഐസ്ക്രീം പോലും കഴിക്കില്ല. അതുകൊണ്ട് ഒരു കണക്കിന് അത് നല്ലതാണ്, കാരണം എനിക്ക് കഴിക്കാമല്ലോ. ഇവൻ താല്പര്യ കക്ഷിയാണ്, ഇവനാണ് ഇതിൽ നിന്ന് മാക്സിമം ഫിനിഷ് ചെയ്തിരുന്ന ആൾ. നമുക്ക് വേണമെങ്കിൽ ഇവൻ എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്ത് തരും, പൈസ കൊടുത്ത് വാങ്ങിയതാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ ബസ്സിൻ്റെ കാര്യം ആലോചിച്ച് ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ലാസ്റ്റ് ബസ് 8:30 9 മണിക്കാണോ, പിന്നെ KSRTC ഒക്കെ ഉണ്ടാവുന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ നിന്നത്. പക്ഷേ KSRTC ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ അമ്മയുടെ വീട് വരുന്ന ബാലുശ്ശേരിയാണ്, എങ്ങനെ ലേറ്റായി അവനെ അവിടെ കൊണ്ടാക്കുക എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ടൈം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്തായാലും 2 ട്രിപ്പ് അടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം ഞാൻ എൻ്റെ അനിയനെയും എൻ്റെ മക്കളെയും കൊണ്ടുപോയി വീട്ടിലാക്കി. അങ്ങനെ അഗെയിൻ ഒന്നും കൂടെ വന്ന് അനിയത്തിനെ കൂട്ടി, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ, എൻ്റെ മോനെയും എൻ്റെ 2 മക്കളെയും എൻ്റെ അനിയനെയും കൊണ്ട് പോകുന്ന ഫസ്റ്റ് ട്രിപ്പാണ്. അത് കഴിഞ്ഞിട്ട് അഗെയിൻ വന്നിട്ട് വേണം അനിയത്തിനെയും മോളെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു നെക്സ്റ്റ്.